അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ ജിന്നിലെ ജിന്നുകളുടെ ആത്മഭാഷണങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കഴിഞ്ഞ സൂക്തങ്ങളിൽ അള്ളാഹുവെക്കുറിച്ച് ജിന്നുകൾ വിലയിരുത്തി, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വിലയിരുത്തി നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഒടുവിൽ മനുഷ്യരും ജിന്നുകളും അള്ളാഹുവെക്കുറിച്ച് ഇങ്ങനെ വ്യാജം പറയും എന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല എന്ന് സത്യവിശ്വാസം സ്വീകരിച്ച ജിന്നുകൾ പ്രതികരിച്ചു. ഇനി 6-ാമത്തെ സൂക്തത്തിൽ ജിന്നുകൾ മനുഷ്യർ അകപ്പെട്ട ചില അബദ്ധങ്ങളെക്കുറിച്ച് പറയാൻ പോവാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. വഅന്നഹു നിശ്ചയം അത് എന്തെന്നാൽ കാന ആകുന്നു, റിജാലും മിനൽ ഇൻസ് മനുഷ്യരിൽപ്പെട്ട ചിലർ. റജുൽ എന്ന വാക്കിന് പുരുഷൻ എന്ന അർത്ഥമുണ്ട്, അതേപോലെ തന്നെ ഒരാൾ എന്നുള്ള അർത്ഥവുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ പുരുഷനെ പ്രത്യേകം ഉദ്ദേശിക്കുന്നുണ്ട്, എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ ചിലർ, ചില മനുഷ്യർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അത്തരമൊരു സന്ദർഭമാണ്, ചിലർ എന്നാണ് ഉദ്ദേശം. വഅന്നഹു കാന റിജാലും മിനൽ ഇൻസ് മനുഷ്യരിൽ ചിലർ, യഊദൂന ആദ യഊദു രക്ഷ തേടി, ശരണം തേടി. അഊദു ഞാൻ ശരണം തേടുന്നു, രക്ഷ തേടുന്നു എന്നാണല്ലോ. അപ്പോൾ മനുഷ്യരിലെ ചിലർ യഊദൂൻ അവർ രക്ഷ തേടാറുണ്ട്. ബിരിജാലിൻ മിനൽ ജിന്ന് ജിന്നുകളിൽപ്പെട്ട ചിലരോട് മനുഷ്യരിൽപ്പെട്ട ചിലർ രക്ഷ തേടാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ സാദൂഹും സാദ യസീദു വർദ്ധിപ്പിച്ചു, സാദൂ വർദ്ധിപ്പിക്കുന്നു, ഹും അവർക്ക് അത് വർദ്ധിപ്പിക്കുന്നു, റഹഖൻ എന്താണ് വർദ്ധിപ്പിക്കുന്നത്? അവരുടെ അഹന്ത വർദ്ധിപ്പിക്കുന്നു. ജിന്നുകളുടെ അഹന്ത അത് വർദ്ധിപ്പിക്കുന്നു. ജിന്നുകളുടെ ഒരു സ്വകാര്യ ഭാഷണം പോലെ ഈ മനുഷ്യന്മാരുടെ അവസ്ഥ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന ഒരു കാര്യമാണിത്. വഅന്നഹു കാന റിജാലും മിനൽ ഇൻസ് മനുഷ്യരിലെ ചില ആൾക്കാർ ഇങ്ങനെ ആയിരിക്കുന്നു. എങ്ങനെ? യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന് ജിന്നുകളിൽപ്പെട്ട ചിലരോട് അവർ രക്ഷ തേടുന്നു, ശരണം തേടുന്നു. അപ്പോൾ സാദൂഹും റഹഖ അത് ജിന്നുകളിൽ വല്ലാത്ത അഹന്ത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രത്യേക വിഷയമാണ്, നമ്മൾ നന്നായിട്ട് പഠിച്ച് വിലയിരുത്തേണ്ട ഒരു വിഷയമാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിൻ്റെ പശ്ചാത്തലം പറയുന്നുണ്ട്. ഇസ്ലാമിന് മുമ്പുള്ള അഥവാ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ അവരുടെ യാത്രക്കിടയിൽ അപരിചിതമായ വിജനമായ ജനവാസമില്ലാത്ത സ്ഥലത്ത് രാത്രി തങ്ങേണ്ടി വരുമ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന് ഉടയവനായ ജിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കും. അഊദു ഞാൻ അഭയം തേടുന്നു, ബി സയ്യിദി ഹാദൽ വാദി ഈ താഴ്വരയുടെ ഉടമസ്ഥനായ ജിന്നിൽ അഭയം തേടുന്നു, മിൻ ശർരി സുഫഹ ഖൗമിഹി ആ ജിന്നിൻ്റെ ജനതയിൽപ്പെട്ടവരുടെ അവിവേകത്തിൽ നിന്ന്. അവരിൽ അവിവേകികളായവരുണ്ടാകുമല്ലോ, അങ്ങനെയുള്ളവർ തങ്ങളെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ഈ താഴ്വരയുടെ ഈ പ്രദേശത്തിൻ്റെ ഉടമയായ ജിന്നിൽ ഞങ്ങൾ രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ജാഹിലി കഥകളിലൊക്കെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നാടോടികളായ അറബികൾ
യാത്രക്കിടെ വെള്ളവും അവശ്യ സാധനങ്ങളൊക്കെ തീർന്നു പോയാൽ അവ ലഭിക്കുന്ന സ്ഥലം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞു വിടും. അപ്പോൾ അയാൾ മറ്റൊരു സ്ഥലം കണ്ടെത്തും, വെള്ളമുള്ള അല്ലെങ്കിൽ അതുപോലെ വിഭവങ്ങളൊക്കെ ലഭിക്കുന്ന ഒരിടം കണ്ടെത്തും. അങ്ങനെ എല്ലാവരും അവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോഴാണ് അവരിങ്ങനെ പ്രാർത്ഥിക്കുക, ഇവിടെ ഞങ്ങൾ എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകാൻ വേണ്ടിയിട്ട് ഈ താഴ്വരയുടെ നാഥനായ ജിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്ന ഒരു ചർച്ചയുണ്ട് ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മനുഷ്യൻ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന മുസ്ലിം സമുദായത്തിൻ്റെ അസ്തിത്വം തന്നെ വളരെ പ്രതിസന്ധിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജിന്നുകളെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഒരു സാങ്കല്പിക ചോദ്യം. ഒരാളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി. അപ്പം അങ്ങനെ ഒറ്റപ്പെടുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ജിന്നിനോട് കാവൽ തേടുന്നത് ശിർക്കാകുമോ, അത് ബഹുദൈവത്വപരമാകുമോ എന്നൊക്കെയുള്ള ചർച്ചകളാണ്. യഥാർത്ഥത്തിൽ ആ ചർച്ചയ്ക്ക് ഇസ്ലാമിക സമൂഹത്തിനകത്ത് പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിശ്വാസ വ്യതിചലനമല്ലേ? ഏകനായ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനോട് അഭയം തേടാൻ പാടുള്ളൂ. ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റേതാണ്. അതിനാൽ എവിടെയായിരുന്നാലും, മരുഭൂമിയിലായാലും സമുദ്രത്തിലായാലും ഏത് ഇരുട്ടറയിൽ അകപ്പെട്ടാലും അള്ളാഹുവോടല്ലാതെ മറ്റാരോടാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്? അപ്പം അതിനാൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അബദ്ധജടിലമല്ലേ? ജനവാസമില്ലാത്ത ഏത് സ്ഥലവും ഏതെങ്കിലും ഒരു ജിന്നിൻ്റെ അധീനതയിലായിരിക്കും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആ ജിന്നിനോട് അഭയം തേടാതെ അവിടെ തങ്ങിയാൽ ആ ജിന്ന് നേരിട്ടോ അല്ലെങ്കിൽ മറ്റു ജിന്നുകൾ മുഖേനയോ അവരെ ശിക്ഷിക്കാനും ഉപദ്രവിക്കാനൊക്കെ ഇടയുണ്ട്. ഇങ്ങനെ വിശ്വസിച്ചവരെ പറ്റിയാണ് ജിന്നുകൾ കൂടിയിരുന്ന് ഇങ്ങനെ പറയുന്നത്, തമാശ പറയും പോലെ. വഅന്നഹു കാന റിജാലും മിനൽ ഇൻസ് യഊദൂന ബിറിജാലിൻ മിനൽ ജിൻ. നിങ്ങൾ സംഭവം അറിഞ്ഞോ? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ നമ്മുടെ കൂട്ടത്തിലുള്ള ജിന്ന് വർഗത്തിൽപ്പെട്ട ചിലരോട് അഭയം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഫസാദൂഹും റഹഖ. അങ്ങനെ അത് മുഖേന ആ മനുഷ്യർ ആ ജിന്നുകളുടെ അഹന്ത വർദ്ധിപ്പിക്കുന്നു. ഫസാദു, ആ മനുഷ്യർ വർദ്ധിപ്പിക്കുന്നു, ഹും അവരുടെ, ആ ജിന്നുകളുടെ, റഹഖ അഹന്ത വർദ്ധിപ്പിക്കുന്നു എന്നാണ്. റഹഖ് എന്ന വാക്കിന് ധിക്കാരം, അഹന്ത, വെഡ്ഡിത്തം എന്നൊക്കെ ആശയമുണ്ട്. റഹിഖ എന്ന വാക്കിന് വെഡ്ഡിയായി എന്നാണ് ഒരാശയം, വിവരദോഷിയായി, അതുപോലെ അക്രമിയായി എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ജിന്നുകൾ കരുതുന്നത് എന്താണ്? ഭൂമിയുടെ പ്രതിനിധിയായ മനുഷ്യൻ നമ്മെ ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതെന്തൊരു അതിശയമാണ്! മനുഷ്യനെ ഭൂമിയുടെ പ്രതിനിധിയായിട്ട്, ഖലീഫയായിട്ട്, ഒരുപാട് സവിശേഷ കഴിവുകളുമായിട്ടല്ലേ അള്ളാഹു പറഞ്ഞയച്ചത്. എന്നിട്ട് ആ മനുഷ്യൻ ജിന്നുകളായ നമ്മെ ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ആലോചിച്ച് ആ ജിന്നുകൾക്ക് തോന്നുകയാണ്, നമ്മൾ കൊള്ളാമല്ലോ. അങ്ങനെ അവരിൽ അഹങ്കാരമുണ്ടാകുന്നു. അത് മുഖേന ജിന്നുകൾക്ക് വിഡ്ഢിത്തം വർദ്ധിക്കുന്നു. തങ്ങൾക്ക് ദിവ്യത്വമുണ്ട് എന്നൊക്കെ ചില ജിന്നുകൾ കരുതി പോവുകയാണ് എന്നാണ് ഫസാദുഹും റഹഖ എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം. ഇനി അതിന് മറുവശവുമുണ്ട്. ഫസാദുഹും റഹഖ എന്താണ് മറ്റൊരു വ്യാഖ്യാനം? ഇതുമൂലം ജിന്നുകൾ മനുഷ്യരുടെ വിഡ്ഢിത്തം വർദ്ധിപ്പിക്കുകയാണ്. ജിന്നുകൾക്ക് വിഡ്ഢിത്തം വർദ്ധിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അതിന് മറുവശമായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ജിന്നുകൾ മനുഷ്യരുടെ വിഡ്ഢിത്തം വർദ്ധിപ്പിക്കാൻ, അഥവാ മനുഷ്യർക്ക് ജിന്നുകളെക്കുറിച്ചുള്ള ഭയവും അവരോട് ശരണം തേടലും കാരണമായിട്ട് മനുഷ്യരിൽ വിഡ്ഢിത്തങ്ങളും അന്ധവിശ്വാസങ്ങളും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ജിന്ന് സേവ നടത്തുന്നു. ജിന്നുകളിലൂടെ അദൃശ്യജ്ഞാനം അറിയുന്ന ചിലരുണ്ട് എന്ന് കരുതി പോകുന്നു. അവരോട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. അവർ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നവരാകുന്നു. കാണാതായി പോയത് കണ്ടെത്തുന്നു. ഇങ്ങനെ പല രഹസ്യങ്ങളും വിളിച്ചു പറയുന്നു, ഭാവി പ്രവചിക്കുന്നു. ഇങ്ങനെ പലതുമാണ്. എന്താ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം? മനുഷ്യൻ, ജിന്ന്, മലക്ക്, ഇവ മൂന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അല്ലേ? മനുഷ്യനെ മണ്ണുകൊണ്ടാണ് പടച്ചത്, ജിന്നിനെ തീയിൽ നിന്നാണ് പടച്ചത്, കത്തുന്ന തീയിൽ നിന്ന്.
അതുപോലെ തന്നെ മലക്കിനെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ്. എന്നാൽ ഇവ മൂന്നിലും ഈ മണ്ണോ അല്ലെങ്കിൽ തീയോ പ്രകാശമോ പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിടത്ത് ജിന്ന് വന്ന് നിന്നാൽ അവിടെ തീ പിടിക്കണം. അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ മലക്ക് പറന്നു പോകുമ്പോൾ പ്രകാശം കാണണം. അല്ലെങ്കിൽ മനുഷ്യനിൽ മണ്ണുള്ളതായിട്ട് നേരിട്ട് കാണാൻ പറ്റണം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ രഹസ്യജ്ഞാനത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മലക്കുകൾ പ്രപഞ്ച പരിപാലനത്തിന് വേണ്ടി അള്ളാഹു താല തന്നെ സംവിധാനിച്ചിട്ടുള്ള ഒരു പ്രത്യേക സൃഷ്ടിവർഗമാണ്. നമുക്ക് മുമ്പിൽ മലക്കുകൾ അദൃശ്യരാണ്. ജിന്നുകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനമാണ്. ആ നിലയ്ക്ക് വിശ്വസിക്കുക എന്നതല്ലാതെ ജിന്നുകളോട്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ജിന്നുകളോട് രക്ഷ തേടുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസ വ്യതിചലനവും ഗുരുതരമായ അബദ്ധവുമാവില്ലേ? തീർച്ചയായും. അപ്പോൾ ഈ വിശ്വാസികളായ ഖുർആൻ വിശ്വസിച്ച ജിന്നുകൾ മനുഷ്യരെക്കുറിച്ച് പറയാണ്, ഈ മനുഷ്യൻ്റെ കാര്യം എന്തൊരു അത്ഭുതമാണ്. മനുഷ്യന്മാരിൽ ചിലർ ജിന്നുകളോട് സഹായം തേടാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഇവരുടെ അവസ്ഥ എന്ന് ജിന്നുകൾ പരസ്പരം സംസാരിക്കുന്നൊരു സന്ദർഭമാണ്. തീർച്ചയായും ഒരുപാട് ആലോചിക്കാനും പഠിക്കാനുമുള്ള പാഠങ്ങൾ ഈ സൂക്തങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ പ്രകൃതി ഉപയോഗിച്ച് കാര്യങ്ങളെ അറിയുവാനും അതിലേറ്റവും സത്യമായത് മാത്രം സ്വീകരിക്കുവാനുമുള്ള വെളിച്ചം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.